ബ്രൂവറി നിർമ്മിക്കാനാണ് കഞ്ചിക്കോട്ടെ ഭൂമി വാങ്ങിയതെന്ന് അറിയില്ലായിരുന്നുവെന്ന് ഇടനിലക്കാരൻ അപ്പുകുട്ടൻ. വിവാദമായതിനു ശേഷമാണ് കാര്യം അറിയുന്നത്. ഏജന്റ് മുഖാന്തരമാണ് കമ്പനി സമീപിച്ചത്. 5 പേരിൽ നിന്നായി 22 ഏക്കർ ഭൂമി വാങ്ങി നൽകിയെന്നും അപ്പുകുട്ടൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുതുശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും എലപ്പുള്ളി പഞ്ചായത്ത് അംഗവുമാണ് അപ്പുകുട്ടൻ. പാലക്കാട്ടിൽ നിന്നൊരു ഏജന്റ് വന്നിട്ട് കുറച്ച് ഭൂമി ഞങ്ങൾക്ക് വേണം പറഞ്ഞു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ബ്രോക്കർ വരുമ്പോൾ ആർക്കാണ് എന്താണ് നമ്മൾ അന്വേഷിക്കാറില്ല. അപ്പോൾ കർഷകരനോട് സമീപിച്ചു. അപ്പോൾ കർഷകർ അതിൻ്റെ വില തോതുപെട്ടമാതിരി പറഞ്ഞ് അങ്ങനെ ഭൂമി എടുക്കാൻ തീരുമാനിച്ചു. ഭൂമി എടുത്തു. അങ്ങനെ ഞാൻ അപ്പോൾ ആ കമ്പനി ഇന്ന കമ്പനിയാണെന്നോ എന്താ കമ്പനിൻ്റെ പേര് ചോദിച്ചപ്പോൾ അവർ പറയണത് ഞങ്ങൾ സർക്കാരിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അനുമതി കിട്ടിയ ശേഷമേ കമ്പനിൻ്റെ പേരിടുകയുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ ബ്രൂവറിക്കാണെന്നുള്ള സംശയം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഭൂമി എടുപ്പിക്കലാണ് ഈ പറയുന്ന വാങ്ങുന്നവൻ്റെ ഒരു ട്രിക്ക്. ആ ട്രിക്കാണ് ഈ പറയുന്ന ഈ സ്ഥലത്തും കമ്പനിക്കാണെന്ന് പറയാതെ ഭൂമി എടുക്കാനുണ്ടായ കാരണം. 22 ഏക്കറയാണ് ഞങ്ങളുടെ കെയർ ഓഫിൽ എടുത്തു കൊടുത്ത ഭൂമി. പാർട്ടി നേതൃത്വം ഇതുവരെ വിശദീകരണം ചോദിച്ചിട്ടില്ല. അപ്പോൾ കണ്ടു പറഞ്ഞിട്ട് പോയപ്പോൾ ആ ഒരു രോഗവിവരം അന്വേഷിച്ചിട്ട് പോയതാണ്. AK അഭിലാഷ് നൽകും വിശദാംശങ്ങൾ. അഭിലാഷ്, ഈ ബ്രൂവറി വിവാദമായിരിക്കുന്നു, പ്രതിഷേധങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഇടനിലക്കാരന്റെ പ്രതികരണം വരുന്നത്. എന്താണ് പറയുന്നത്? ഈ ഒരു ബ്രൂവറി നിർമ്മിക്കാനാണ് കഞ്ചിക്കോട്ടെ ഭൂമി വാങ്ങിയതെന്ന് അറിയില്ല എന്ന് തന്നെയാണോ? ഈ ബ്രൂവറി പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമായി ഉയർത്തിക്കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിനെതിരെ അഴിമതി ആരോപണം അടക്കം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഭൂമി വാങ്ങി നൽകുന്നതിൽ ഇടനിലക്കാരനായി കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് കൂടി ഉൾപ്പെടുന്നു എന്നുള്ള വിവാദം കൂടി പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ അപ്പുകുട്ടനുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ പുതുശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി കൂടിയാണ് ഈ അപ്പുകുട്ടൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് കാണുകയും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഭൂമി വാങ്ങുന്നത് എന്നുള്ള കാര്യത്തിൽ തനിക്ക് അറിവില്ലായിരുന്നില്ല. ഒരു ഏജന്റ് മുഖാന്തരമാണ് തന്നെ ഇവർ സമീപിച്ചത്. ഒരു ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ കൂടി അവർക്കൊപ്പം വന്നിരുന്നു. ഇത് മാത്രമാണ് തനിക്ക് അറിയാവുന്നത്. അതോടൊപ്പം തന്നെ 5 പേരിൽ നിന്നായി 22 ഏക്കർ ഭൂമി താൻ ഇവർക്ക് വാങ്ങി നൽകിയിട്ടുണ്ട്. തന്റെ സഹപ്രവർത്തകരായ മറ്റ് 2 പേർ കൂടി ഈ കർഷകരെ സ്വാധീനിക്കാനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ കച്ചവടത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പ്രധാനമായും സമീപത്തുള്ള കോളേജിന് വേണ്ടി 7 ഏക്കർ സ്ഥലം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചു നൽകിയിരുന്നു. പക്ഷേ അതിലുണ്ടായിരുന്ന ഏജന്റുമാർ തന്നെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആ കച്ചവടം നടത്തുകയും തനിക്ക് അതിൻ്റെ കമ്മീഷൻ ലഭിക്കാതെ പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് താൻ ഇത് ഒരു രഹസ്യമായി തന്നെ സൂക്ഷിക്കുകയും ചെയ്തതെന്നാണ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഏതെങ്കിലും തരത്തിൽ തന്നോട് വിശദീകരണം തേടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി അപ്പുകുട്ടൻ പറയുന്നുണ്ട്. കാരണം പക്ഷേ VK ശ്രീകണ്ഠൻ MP ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നോട് ഈ കാര്യങ്ങൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധി കൂടിയാണ് ഈ വിഷയം. ഏതായാലും അപ്പുകുട്ടൻ പറയുന്നത് തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രൂവറി കമ്പനിക്ക് വേണ്ടിയായിരുന്നു ഈ ഭൂമി വാങ്ങിയെന്നുള്ള കാര്യത്തിൽ തനിക്ക് അറിയണ്ടായിരുന്നില്ല എന്നാണ്. ഏതായാലും ഗോപികൃഷ്ണനുമായി ബന്ധപ്പെട്ട് മാത്രമേ, അതായത് ഗോപികൃഷ്ണനുമായി മാത്രമാണ് തനിക്ക് ബന്ധമുണ്ടായിരുന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 22 ഏക്കർ ഭൂമി മാത്രമാണ് താൻ വാങ്ങി നൽകിയത്. മറ്റ് 2 ഏക്കർ ഭൂമി എങ്ങനെയാണ് കമ്പനി വാങ്ങിയെന്നുള്ള കാര്യത്തിൽ തനിക്ക് അറിയില്ല എന്നുള്ള കാര്യം കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനിടയിലൂടെ ഒരു നീർച്ചാലുണ്ടായിരുന്നു. അത് മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ കർഷകരൊന്നും തന്നെ ബന്ധപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം ഇത് മാറ്റി നൽകുകയും അതോടൊപ്പം തന്നെ കെട്ടിക്കൊടുക്കാമെന്നൊക്കെ നിർദ്ദേശം വന്നിരുന്നു എന്ന് കൂടി പറഞ്ഞിരുന്നു. പക്ഷേ ഇത് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അപ്പുകുട്ടൻ വിശദീകരിക്കുകയും ചെയ്യുന്നത്. ശരി, പുതുശ്ശേരി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയും എലപ്പുള്ളി പഞ്ചായത്ത് അംഗവുമാണ് അപ്പുകുട്ടൻ. ഇടനിലക്കാരനാണ് അപ്പുകുട്ടൻ. ഈ ബ്രൂവറിക്ക് വേണ്ടിയാണ്, നിർമ്മിക്കാൻ വേണ്ടിയാണ് കഞ്ചിക്കോട്ടെ ഭൂമി വാങ്ങിയതെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ഇടനിലക്കാരനായി അപ്പുകുട്ടൻ പറയുന്നത്. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.